നമുക്കിനി കുറച്ച് എക്സാമിന് വന്ന തിയറി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫയർ പോളിഷിംഗ് ഓഫ് ഗ്യാസ് അല്ല ഗ്ലാസ് എന്നാണ്. നമുക്കറിയാം ഗ്ലാസിൻ്റെ നമ്മുടെ സാധാരണ പ്ലെയിൻ മിററിൻ്റെ ഒക്കെ ഫിക്സ് ചെയ്യണ നേരത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അരികുകളൊക്കെ നല്ല പോളിഷ്ഡ് ആയിരിക്കും. അത് ഒരു ഫയർ പോളിഷർ വെച്ചിട്ടാണത് അങ്ങ് പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചേക്കണം. അത് വേറൊന്നുമല്ല, നമ്മുടെ സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷനാണ് അവിടെ വരുന്ന പ്രോപ്പർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിയൽ ഗ്യാസസ് ഡു നോട്ട് ഒബേ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അണ്ടർ ഓൾ കണ്ടീഷൻസ്. വൈ? എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്തത്? എല്ലാ കണ്ടീഷൻസിലും അവരത് ഒബേ ചെയ്യുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ മിക്ക കൊല്ലങ്ങളിലും ഏതെങ്കിലുമൊക്കെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടെർമിനൽ എക്സാംസിനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറും ഇതേപോലെ ഒട്ടുമിക്ക കൊല്ലങ്ങളിലും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈനറ്റിക് മോളിക്കുലാർ തിയറി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതിലത്തെ ഒരു 2 പോസ്റ്റുലേറ്റ്സിൽ തെറ്റുള്ള കാരണം കൊണ്ടാണ്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. അതുപോലെ തന്നെ ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്, ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ്. ഈ 2 പോസ്റ്റുലേറ്റുകൾ തെറ്റാണ്. അതുകൊണ്ടാണ് റിയൽ ഗ്യാസസ് എപ്പോഴും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്തത്. അടുത്തത് എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഇത് 2 മാർക്കിനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 2 മുതൽ 3 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ മാർക്ക് അനുസരിച്ച് ഇപ്പോൾ 2 മാർക്കിനാണെങ്കിലും നിങ്ങൾ ആ ഇക്വേഷനും കൂടെ എഴുതുന്നതായിരിക്കും നല്ലത്. P is equal to P1 plus P2 plus P3, where P1, P2, P3 are partial pressures of the component gases. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? At constant temperature, the total egg pressure exerted by the mixture of non-reacting gases is the sum of the individual partial pressures of the component gases. ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ആകെ ഒരു വർഷം ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് NCERT ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ വാചകം തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ദ ലോവസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ at which gases are supposed to occupy zero volume. എന്താണ് വരുന്നത്? ആബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ. ഇത് നമുക്ക് 10th മുതൽ പഠിക്കാനുള്ളതാണ്. കെൽവിൻ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നൊരു സംഗതിയാണിത്. NCERTയിൽ അത് ഇപ്പോൾ എടുത്ത് പറയുന്നുണ്ടെന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയാലിറ്റി. ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മുടെ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നത്? അത് at high pressure and low temperature. At high pressure and at low temperature. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ ബോയിൽ പോയിന്റ് ഓർ ബോയിൽ ടെമ്പറേച്ചർ. എന്താണ് ബോയിൽ പോയിന്റ് ഓർ ബോയിൽ ടെമ്പറേച്ചർ? നമുക്കറിയാം, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഒബേ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അണ്ടർ ദ അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ. ഏത് ടെമ്പറേച്ചറിലാണോ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് ബോയിൽ പോയിന്റ് ഓർ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, derive a equation for relating molar mass m of an ideal gas with density. ഇത്
ഇതും നേരത്തെ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. ആദ്യം നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഞാൻ എഴുതാണ്. PV = nRT. ഇതിൽ ഞാൻ n നമ്പർ ഓഫ് മോൾസിന് എന്ത് ചെയ്യാണ്, ലെറ്റ് n = നമുക്കറിയാം ഗിവൺ മാസ്, അതിനെ ഞാൻ W എന്നെടുക്കുകയാണ്. അതുപോലെ മോളാർ മാസിനെ നമുക്ക് ക്വസ്റ്റ്യനിൽ M എന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്തു. ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. PV = W/m/RT. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ വീനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പം ഞാനൊന്നത് റീഅറേഞ്ച് ചെയ്യാണ്. W/V പിന്നെ മറ്റേത് RT/m ഞാൻ ഒരുമിച്ച് എഴുതി. ഇതിൽ W/V എന്താ? W എന്ന് പറഞ്ഞാൽ മാസ്, മറ്റേത് വോളിയം, അതായത് ഡെൻസിറ്റി. ഞാൻ അതിന് പകരം =dRT/m എന്ന് എഴുതി. ഇനി എമ്മിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, എമ്മിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, പീനെ താഴത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ M = dRT/P. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസും നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡെൻസിറ്റിയും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ചോദിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ നോർമൽ ബോയിലിംഗ് പോയിന്റ്. എന്താണ് നോർമൽ ബോയിലിംഗ് പോയിന്റ്? വേറെ ഒന്നുമില്ല, ദ ബോയിലിംഗ് പോയിന്റ് അറ്റ് 1 atm പ്രഷർ ഈസ് കോൾഡ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. 1 atm പ്രഷർ ഉള്ളപ്പോൾ ഉള്ള ബോയിലിംഗ് പോയിന്റിനെയാണ് നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അടുത്തത്, ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് ആൻഡ് സ്റ്റേറ്റ് ദ ഐഡൻറ്റിഫൈ ദ ലോ ഫ്രം ദ ഗ്രാഫ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്. നമുക്കറിയാം ഗ്രാഫ് നോക്കുമ്പോൾ പ്രഷർ വോളിയം ഗ്രാഫാണ്. പ്രഷർ വോളിയം എപ്പോഴാണ് നെഗറ്റീവ് സ്ലോപ്പ് കാണിക്കുന്നത്? ഒരു പരാബോളയാണ് പാത്ത് കാണിക്കുന്നത്. അതൊരൊറ്റ ലോയിലേ ഉള്ളൂ, ദാറ്റ് ഈസ് ബോയിൽസ് ലോ. ബോയിൽസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സ്റ്റേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. ഓക്കെ, അടുത്തത്, ഗിവ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ടേംസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം, PV = nRT. ഇത്രമാത്രം എഴുതിയാൽ പോരാ, ചിലപ്പോൾ ഗിവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അത്ര മാത്രമേ പറയുള്ളൂ, എക്സ്പ്ലെയിൻ ടേംസ് എന്ന് പറയില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, 2 മാർക്കോ അല്ലെങ്കിൽ 1.5 മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് വേണം, അതിൻ്റെ ടേംസ് വേർ P is the pressure of gas, V is the volume, N is the number of moles, T is the temperature in അല്ലെങ്കിൽ T is the absolute temperature. അതാണ് കെൽവിൻ സ്കെയിലാന്ന് കാണിക്കാനായിട്ട് നമ്മൾ എഴുതുക. അതുപോലെ തന്നെ where R is the universal gas constant. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വന്നേക്കണ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് നോക്കാം. റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും ലിക്വിഡ് സ്റ്റേറ്റ് എന്നുള്ള പോർഷനിൽ നിന്ന് നോക്കണം. പിന്നെ കണ്ടത് നോർമൽ ബോയിലിംഗ് പോയിന്റ് ഡിഫൈൻ ചെയ്യാൻ, അത്രയൊക്കെ തന്നെ അതിൽ നിന്ന് വന്നിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ദ ഗ്ലാസ് വിൻഡോ പെയിൻസ് ഓഫ് ഓൾഡ് ബിൽഡിങ്സ് ആർ തിക്കർ അറ്റ് ദ ബോട്ടം ദാൻ അറ്റ് ദ ടോപ്പ്. അതായത് പണ്ടത്തെ ബിൽഡിങ്ങുകളുടെയൊക്കെ നമ്മൾ വിൻഡോ പെയിൻസ് നോക്കുകയാണെങ്കിൽ അടിഭാഗം ഭയങ്കര തിക്കും അതുപോലെ മോൾ ഭാഗം വളരെ തിന്നുമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഡ്യൂ ടു വിസ്കോസിറ്റി കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു വിസ്കസ് ഫ്ലൂയിഡാണ്. ഗ്ലാസ് ഈസ് എ വിസ്കസ് ഫ്ലൂയിഡ്, സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ ഡൗൺ. That's why the glass window panes of old buildings are thicker at the bottom than at the top. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇറ്റ് വാസ് ഡ്യൂ ടു വിസ്കോസിറ്റി. എന്നിട്ട് എന്താണ്, ഗ്ലാസ് ഒരു വിസ്കസ് ഫ്ലൂയിഡാണ്. വിസ്കസ് ഫ്ലൂയിഡ്സിന് എന്താ അതിൻ്റെ പ്രോപ്പർട്ടി?
ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ ഡൗൺ. അപ്പോൾ അത് പതുക്കെ പതുക്കെ ഫ്ലോ ചെയ്യും, വെരി സ്ലൈറ്റ്ലി, വളരെ പതുക്കെ ആയിരിക്കും അത് ഫ്ലോ ചെയ്യുക. ഫ്ലോ ചെയ്തപ്പോൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അത് മോൾ ഭാഗം തിന്നും, അതുപോലെ അടിഭാഗം തിക്കായിട്ടും വരും. ഓക്കെ, ദെൻ ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ് ആർ ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്. ഇതന്നെയാണ് നമ്മൾ ഫയർ പോളിഷിംഗ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എന്താ ഉണ്ടാവണേ, നമ്മളത് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഗ്ലാസ് മെൽറ്റ് ആവുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സർഫസ് റൗണ്ട് ഷേപ്പ് ആവാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെയാണ് അത് സ്മൂത്ത് ആവുന്നത്. ഇനി ലിക്വിഡ് ഡ്രോപ്സ് അസ്യൂംഡ് ടു ബി സ്പെരിക്കൽ ഷേപ്പ്. വൈ? എന്തുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്സിന് സ്പെരിക്കൽ ഷേപ്പ് കിട്ടിയത്? ലിക്വിഡ് എപ്പോഴും എന്താ ചെയ്യുക, അതിൻ്റെ സർഫസ് എനർജി കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എനർജി കുറച്ച്, എങ്ങനെയാണ് എനർജി കുറയ്ക്കണേ, സർഫസ് ഏരിയ കുറച്ചുകൊണ്ട് അതിൻ്റെ എനർജി കുറയ്ക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പിയറിനായിരിക്കും ഏറ്റവും മിനിമം സർഫസ് ഏരിയ ഉള്ളത്. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്സ് സ്പെരിക്കൽ ഷേപ്പായിട്ട് കാണുന്നത്. ഞാനൊന്നും കൂടി പറയാം. ലിക്വിഡ് ഡ്രോപ്സ് ആർ അസ്യൂംഡ് ടു ബി സ്പെരിക്കൽ ഷേപ്പ്. വൈ? ലിക്വിഡ് ട്രൈസ് ടു റെഡ്യൂസ് their energy by reducing its surface area. Then spheres has the minimum surface area. Okay, then cleansing action of soap. എന്തുകൊണ്ടാണ്? അത് സർഫസ് ടെൻഷൻ കാരണമാണ്. ഇറ്റ് വാസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഇവിടെയും നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയാം. പിന്നെ യൂസ് ഓഫ് പ്രഷർ കുക്കർ ടു കുക്ക് ഫുഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ്. അതെന്തുകൊണ്ടാണ്? ആൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താണ്? അല്ല, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പോൾ എന്തുണ്ടാവണേ, ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഇപ്പോൾ 100 ഡിഗ്രിയിലാണ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ബോയിൽ ചെയ്യണേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, അതൊരു 70 to 80 റേഞ്ചിലൊക്കെ തിളയ്ക്കും. അതുകൊണ്ടാണ് അവിടെ പ്രഷർ കുക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആർ ദ അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. ഗിവ് എനി 2 എക്സാമ്പിൾ. അതായത് വാൻ ഡെർ വാൾസ് ഫോഴ്സിന് 2 എക്സാമ്പിൾ കൊടുക്കാനാണ് പറയണേ. നമുക്ക് കുറേ എക്സാമ്പിൾസ് അറിയാം. ലണ്ടൻ ഫോഴ്സസ്, ഡൈപോൾ ഇൻട്രാക്ഷൻസ്. ഓക്കെ, എന്താണ്? വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആണ്. ഇനി വാട്ട് ഡസ് ദ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് എ ഇൻഡിക്കേറ്റ്? വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ്. അതായത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് വിത്തിൻ ദ ഗ്യാസ്. അതായത് ആ ഗ്യാസ് സാമ്പിളിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്? എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ടെമ്പറേച്ചർ below which the gas can be liquefied by the application of pressure. ഏത് ഒരു ടെമ്പറേച്ചർ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ അതിന് താഴെ വന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ തെർമോഡൈനാമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിൻ്റെ തെർമോഡൈനാമിക് സ്കെയിൽ എന്താണ്? നമ്മളത് കെൽവിനാണ് എടുക്കുന്നത് എപ്പോഴും. Then what is the expression for compressibility factor? compressibility factorന്റെ എക്സ്പ്രഷൻ എന്ന് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതിക്കണേ. ദാറ്റ് ഈസ് ഇസഡ് എന്നാണ് compressibility factorനെ ഇസഡ് എന്നാണ് പറയുക. ദാറ്റ് ഈസ് PV/nRT. ദെൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ഇറ്റ്സ് വാല്യൂ ഫോർ ഐഡിയൽ ഗ്യാസ്? ഐഡിയൽ ഗ്യാസ് ആകുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ദെൻ റൈറ്റ് ദ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഇനി ഇത് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ
എന്ത് വേണം? 2 മാർക്ക്, 1.5 മാർക്ക് തൊട്ട് ചോദിക്കാം ഇക്വേഷൻസൊക്കെ. അപ്പം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിലത്തെ നിങ്ങൾ എപ്പോഴായാലും 1 മാർക്ക് അല്ല, 1 മാർക്കിന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. പക്ഷേ അത് വിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോ എന്ത് ഇക്വേഷൻ, നമ്മളൊരു ഏത് ഇക്വേഷൻ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഇനി മുതൽ എഴുതുമ്പോൾ ആ ഇക്വേഷൻസിൻ്റെ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് വാൻഡർവാൾസ് ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്കറിയാം P+AN²/V² ഇൻറ്റു V - NB ഇസ് ഈക്വൽ ടു NRT വേർ എന്ന് പറഞ്ഞിട്ട് ബാക്കി P എന്താണ്, ഇതെന്താണ്, A എന്താണ്, വാൻഡർവാൾസ് കോൺസ്റ്റൻറ്റ്, A കോൺസ്റ്റൻസ്, A and B are called വാൻഡർവാൾസ് കോൺസ്റ്റൻസ്. ഓക്കെ.